പാലക്കാട് കല്ലടിക്കോട് പനയമ്പാടത്തിൽ സിമന്റ് ലോറി ഇടിച്ചു കയറി മരിച്ച 4 സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് കണ്ണീരോടെ വിട നൽകാനൊരുങ്ങി നാട്. 4 വിദ്യാർത്ഥിനികളുടെയും ഖബറടക്കം നടന്നു. മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ രാവിലെ 5:30 കൈമാറിയത് വീട്ടുകാർക്ക്. രാവിലെ 8:30 കരിമ്പനക്കൽ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. തുടർന്ന് 10:30 തുപ്പനാട് ജമാ മസ്ജിദിൽ ഖബറടക്കി. കുട്ടികൾ പഠിച്ചിരുന്ന കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം ഉണ്ടായിരിക്കില്ല. സ്കൂളിൽ നിന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളിൽ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഒരു നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തി 4 വിദ്യാർത്ഥിനികളുടെ ജീവനെടുത്ത അപകടം സംഭവിച്ചത്. പള്ളിപ്പുറം വീട്ടിൽ അബ്ദുൽ സലാം ഫാരിസ ദമ്പതികളുടെ മകൾ ഇർഫാന ഷെറിൻ, പെട്ടേതൊടി വീട്ടിൽ അബ്ദുൽ റഫീഖ് ജസ്ന ദമ്പതികളുടെ മകൾ റിദ, കാവുങ്ങളിൽ വീട്ടിൽ അബ്ദുൽ സലീം നബീസ ദമ്പതികളുടെ മകൾ നിത, അത്തിക്കൽ വീട്ടിൽ ഷറഫുദ്ദീൻ സജന ദമ്പതികളുടെ മകൾ ആയിഷ എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികൾ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴായിരുന്നു ദാരുണമായ അപകടം സംഭവിച്ചത്. നിയന്ത്രണം വിട്ട ലോറി വിദ്യാർത്ഥിനികൾക്ക് നേരെ പാഞ്ഞു കയറുകയായിരുന്നു. മരിച്ച ഇർഫാന ഷെറിൻ അബ്ദുൽ സലാമിന്റെ 3 മക്കളിൽ മൂത്തയാളാണ്. സ്വന്തമായി പൊടിമില്ല് നടത്തിയായിരുന്നു ഉപജീവനം. ഓട്ടോ ഡ്രൈവറായ റഫീഖിന്റെ മൂത്ത മകളാണ് മരിച്ച റിദ ഫാത്തിമ. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉൾപ്പെടെ 3 പേരായിരുന്നു മക്കൾ. മരിച്ച നിദ ഫാത്തിമയുടെ പിതാവ് പ്രവാസിയായ അബ്ദുൽ സലീം അടുത്തിടെയാണ് നാട്ടിലെത്തിയത്. 2 മക്കളിൽ ഏക മകളെയാണ് ഇവർക്കും നഷ്ടമായത്. പലചരക്ക് കട നടത്തുന്ന ഷറഫുദ്ദീന്റെ 2ാമത്തെ മകളാണ് മരിച്ച ആയിഷ. ഒരു സഹോദരിയും സഹോദരനുമുണ്ട്. അതേസമയം അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ലോറി ഡ്രൈവറുടെയും ക്ലീനറുടെയും വിശദമായ മൊഴി ഇന്നെടുക്കും. ഡ്രൈവർ മഹേന്ദ്ര പ്രസാദ്, ക്ലീനർ വർഗീസ് എന്നിവരുടെ മൊഴി കല്ലടിക്കോട് പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തും. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോൾ ബ്രേക്ക് ചവിട്ടിയെങ്കിലും വാഹനം നിയന്ത്രിക്കാനായില്ലെന്നും റോഡിൽ തെന്നലുണ്ടായിരുന്നെന്നാണ് ഡ്രൈവറുടെ മൊഴി. ചാറ്റൽ മഴയും റോഡിലെ തെന്നലും കാരണം വാഹനം നിയന്ത്രിക്കാനായില്ലെന്നും ഡ്രൈവർ മൊഴി നൽകിയിട്ടുണ്ട്. അപകടമുണ്ടാക്കിയ ലോറിക്കെതിരെ വന്ന വാഹന ഉടമയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. വണ്ടൂർ സ്വദേശി പ്രജീഷിനെതിരെ ഇന്നലെ പോലീസ് കേസെടുത്തു. അശ്രദ്ധമായും അമിത വേഗത്തിലും വണ്ടി വന്നു എന്നാണ് കേസ്. തമിഴ്നാട് ഡിണ്ടിഗലിൽ സ്വകാര്യ ആശുപത്രിയിൽ വൻ തീപിടുത്തം. അപകടത്തിൽ 7 പേർ മരിച്ചു. രാത്രി 9:30 അപകടമുണ്ടായത്. ഡിണ്ടിഗൽ തിരുച്ചിറപ്പള്ളി റോഡിലുള്ള സ്വകാര്യ ആശുപത്രിക്കാണ് തീപിടുത്തമുണ്ടായത്. മരിച്ച 7 പേരിൽ 3 വയസ്സുള്ള ആൺകുട്ടിയുമുണ്ട്. 6 രോഗികൾ ലിഫ്റ്റിൽ കുടുങ്ങിയതായും റിപ്പോർട്ടുണ്ട്. സ്ഥലത്തേക്ക് കൂടുതൽ ഫയർഫോഴ്സും ആംബുലൻസും എത്തിച്ചിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുകയാണ്. വലിയ രീതിയിലാണ് തീ ഉയരുന്നത്. 100-ലധികം രോഗികൾക്ക് കിടത്തി ചികിത്സയ്ക്ക് സൗകര്യമുള്ള ആശുപത്രിയിലാണ് സംഭവം. തീപിടുത്തമുണ്ടായപ്പോൾ നിരവധി പേരാണ് ആശുപത്രിയിലുണ്ടായിരുന്നത്. ആശുപത്രിയിലുണ്ടായിരുന്നവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. 50-ലധികം ആംബുലൻസുകളാണ് ആശുപത്രിയിലെത്തിയത്. 4 നിലകളുള്ള ആശുപത്രിയിലെ താഴത്തെ നിലയിലാണ് ആദ്യം തീപിടിച്ചത്. താഴത്തെ നിലയിൽ നിന്ന് തീയും പുകയും മുകളിലേക്ക് ഉയരുകയായിരുന്നു. ചില രോഗികളെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. മരിച്ച 7 പേരിൽ 3 പേർ സ്ത്രീകളാണ്. അപകടത്തിൽ 20 പേർക്ക് പൊള്ളലേറ്റതായാണ് വിവരം. ആശുപത്രിയിലുള്ള രോഗികളെ പുറത്തേക്ക് മാറ്റി മറ്റ് ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു. തീപിടുത്തത്തിനുള്ള കാരണം തമിഴ്നാട് പോലീസ് അന്വേഷിച്ച് വരികയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നേരെ വീണ്ടും ബോംബ് ഭീഷണി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഇമെയിൽ സന്ദേശം വഴിയായിരുന്നു ബോംബ് ഭീഷണി. RBIയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ റഷ്യൻ ഭാഷയിലാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഈ മാസം RBI നേരിടുന്ന 2ാമത്തെ ഭീഷണിയാണിത്. സന്ദേശം അയച്ച വ്യക്തിക്കെതിരെ മുംബൈയിലെ മാതാ രമാഭായ് മാർഗ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കഴിഞ്ഞ മാസം 16-നും RBIയുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ഒരാൾ വിളിച്ച് ബോംബ് ഭീഷണി മുഴക്കിയിരുന്നു. ഭീകരവാദ സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ ആണെന്ന് അവകാശപ്പെടുന്നു. ഭീഷണിപ്പെടുത്തുന്നതിന് മുൻപ് ഫോണിലൂടെ പ്രതി ഒരു ഗാനം ആലപിച്ചതായും റിപ്പോർട്ടുണ്ട്. 2008-ൽ മുംബൈയിൽ നടന്ന മാരകമായ ഭീകരാക്രമണം നടത്തിയതും ലഷ്കർ ഇ തോയ്ബ സംഘടനയായിരുന്നു. ന്യൂസ് ഡെസ്ക് VMTV.